ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് 2026 വ്യാഴമാറ്റം കൊണ്ട് തലേവര മാറുന്ന 12 നക്ഷത്രക്കാരെ കുറിച്ചാണ്. അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനിലയൊക്കെയാണ് ചെയ്യുന്നത്. വാട്സപ്പിൽ ഇടുക, താല്പര്യമുള്ളവർ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവരും ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യുന്ന രീതി പറയും, കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാല്ലേ ചെയ്യാതിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അത്യാവശ്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ചുരുക്കി ചെറിയൊരു വോയിസ് ആയിട്ട് ഇട്ടാൽ ഞാനതിന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എനിക്കറിയാൻ നല്ല കാര്യം പറഞ്ഞു തരും. ആത്മാർത്ഥമായിട്ട് പറയത്തുള്ളൂ, അതിന് ഫീസൊന്നുമില്ല. ഇത് ഇനി വീഡിയോയിലേക്ക് വരാം. 2026 ജൂൺ 2-ാം തീയതി 1201 ആണ്ട് ഇടവമാസം 19-ാം തീയതി ചൊവ്വാഴ്ച ദിവസം വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ വ്യാഴമാറ്റം എന്ന് പറഞ്ഞാൽ മഹാവ്യാഴമാറ്റമാണ്. ഇപ്പോൾ നമുക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് വലിയ മാറ്റം ഉണ്ടാകുന്ന 9 നക്ഷത്രക്കാരുണ്ട്. അതുപോലെ തന്നെ ചില നക്ഷത്രക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടാകും, എങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ചില പരിഹാരങ്ങൾ ചെയ്യണം. അപ്പം മാറ്റം ഉണ്ടാകുന്ന നക്ഷത്രക്കാരെ പോലെ തന്നെ വലിയ മാറ്റങ്ങളിലേക്ക് വരികയും ചെയ്യാം. അതും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് നാളായിട്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നു, പല വഴിപാടുകൾ ചെയ്യുന്നു, ഒരുപാട് കഷ്ടപ്പെടുന്നു, പരിശ്രമിക്കുന്നു, ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നു, പക്ഷെ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഒരു ഭൂമി മേടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, നടക്കുന്നില്ല. ഒരു വീട് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, നടക്കുന്നില്ല. നല്ലൊരു തൊഴിൽ ഉയർച്ചയ്ക്ക് ശ്രമിച്ചു, നടക്കുന്നില്ല. ഒരു വിദേശവാസത്തിന് ശ്രമിക്കുന്നു, നടക്കുന്നില്ല. ഒരു ലോണ് പരിശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. ഇതൊക്കെ ഈ സമയം മാറുമ്പോൾ, അതായത് കാലചക്രത്തിന്റെ ഗ്രഹസ്ഥിതി മാറുമ്പോൾ ഇതൊക്കെ നമുക്ക് നടക്കുമെന്നുള്ളതാണ്. ഇപ്പൊ ഈ വ്യാഴം മാറിയിരിക്കുകയാണ്. അപ്പൊ ഇതുകൊണ്ട് ഈ വ്യാഴമാറ്റം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനും, നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാനും, ഈ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക്, ചില കടക്കാരൊക്കെ വന്ന് വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നു, അവർക്കൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകാനും, ഒരു ഈശ്വരാധീനം, വ്യാഴം എന്ന് വെച്ചാൽ സർവേശ്വരകാരകനാണ്. അതുപോലെ സമ്പത്ത്, ഭാഗ്യം, ഈശ്വരാധീനം ഒക്കെ വ്യാഴം എന്ന് പറഞ്ഞ ഗ്രഹത്തെ കൊണ്ടാണ്. വ്യാഴം മാറുന്നതനുസരിച്ച് ചില നക്ഷത്രക്കാർക്ക് വലിയ ഉയർച്ചകളും, ചിലർക്ക് ചെറിയ ചെറിയ ഉയർച്ചകളും, എങ്കിലും അവർക്ക് നമുക്ക് വലിയ ഉയർച്ചയാക്കി മാറ്റാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും മതി. അതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുമെന്നുള്ളതാണ്. ഞാൻ 11-ൽ വ്യാഴം മാറിയ ഒരു വ്യക്തിയോട്, ഒരു നക്ഷത്രക്കാരനോട് ഒരു വാഹനം വാങ്ങാൻ പറ്റി. ഞാൻ തന്നെ ആ സമയം കുറിച്ചു കൊടുത്ത്, കാരണം അത് സമയമുള്ളതുകൊണ്ട് അപ്പം ചെയ്തു കൊടുത്തതാണ്. അതുപോലെ കഴിഞ്ഞ വർഷം ചാരവശാൽ വ്യാഴം 11-ലോട്ട് മാറിയപ്പം കഴിഞ്ഞ 2025 ഡിസംബറിൽ ഭൂമി വാങ്ങിയവരുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിയ ഒരുപാട് വ്യക്തികളുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ഒന്ന് കേട്ട് നോക്കുക, നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അതെങ്ങനെ വലിയ മാറ്റങ്ങളാക്കി മാറ്റാം, അതിനുള്ള പരിഹാരങ്ങൾ എന്താണ്, എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഒരു അല്പം ക്ഷമയോടുകൂടി മുഴുവൻ കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ഗുണം ചെയ്യും. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ആദ്യം പറയുന്ന മേടക്കൂറുകാരെ കുറിച്ചാണ്. അപ്പം അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക നക്ഷത്രം 1-ാം പാദം. ഇപ്പം ഈ നക്ഷത്രക്കാർ വരുന്ന മേടക്കൂറുകാർക്ക് ഈ ഒരു സമയം സാമ്പത്തികമായിട്ട് നല്ല പുതിയ മാറ്റങ്ങൾ, ചിലർക്ക് പ്രശസ്തി, ചിലർക്ക് അധികാരങ്ങൾ, ചിലർക്ക് അപ്രതീക്ഷിതമായ ധനമാർഗങ്ങളെ ഒക്കെ വരാവുന്ന ഒരു സമയം തന്നെയാണ്. ഗുണങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. കൂടുതൽ ഗുണപരമായിട്ട് പ്രയോജനപ്പെടുത്താം. കൂടുതൽ ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങൾ ഈ സമയത്ത് വരാം, ധനമാർഗങ്ങൾ വരാം, ചിലർക്ക് ചില അംഗീകാരങ്ങൾ കിട്ടാം, സ്ഥാനമാനങ്ങൾ കിട്ടാം, അപ്രതീക്ഷിതമായിട്ട് സമ്പത്ത് അല്ലെ പണം അല്ലെ ധനം വരാനുള്ള ചില മാർഗങ്ങൾ ഉണ്ടായി വരും. നല്ല രീതിയിലുള്ള മാർഗങ്ങൾ, വാഹന ഭാഗ്യം ചിലർക്ക് ഉണ്ടാകാം. എങ്കിലും ഈ സമയത്ത് മാനസികമായിട്ട് ഏതൊരു കാര്യം കുറച്ച് ശ്രദ്ധയോടുകൂടിയേ ചെയ്യാവുള്ളൂ. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധ ഉണ്ടാവണം. എങ്കിലും കൂടുതലും നേട്ടങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഈ സമയം ഈ നക്ഷത്രക്കാർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇനിയും പറയുന്നത് മിഥുന രാശിയിൽ വരുന്ന മകയിരം നക്ഷത്രം, തിരുവാതിര നക്ഷത്രം, പുണർതം നക്ഷത്രം. അതായത് മകയിരം നക്ഷത്രത്തിന്റെ 3-4 പാദങ്ങൾ, തിരുവാതിര നക്ഷത്രം, പുണർതം നക്ഷത്രം,
1, 2, 3 പാദങ്ങൾ. ഒന്നുകൂടെ പറയാം. മിഥുനക്കൂറി വരുന്ന മകൈര നക്ഷത്രം 3, 4 പാദങ്ങൾ. തിരുവാതിര നക്ഷത്രം പുണർദം 1, 2, 3 പാദങ്ങൾ. ഈ നക്ഷത്രപാദങ്ങളിൽ വരുന്നവർക്ക് ചിട്ടിയൊക്കെ ചിലപ്പോൾ അടിക്കാം, ലോണൊക്കെ ശരിയാകാം, അപ്രതീക്ഷിതമായിട്ട് പല ധനം വരാം, പണം ഏത് രീതിയിലും വരാൻ ഉള്ള സമയം തന്നെയാണ്. അതുപോലെ കുടുംബത്തിൽ ഒരു സമാധാനം, സന്തോഷം, കുടുംബത്തിൽ ബന്ധുജനങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിൽ എല്ലാവരും കൂടെ ഒരു കുടുംബ സമാഗമം, അങ്ങനെയുള്ള അനുഭവങ്ങളെ, കൂടുതൽ സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള മാർഗങ്ങളെ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുക തന്നെയാണ്. ഇനിയും പറയാൻ പോകുന്നത് കർക്കിടകക്കൂറുകാരെ കുറിച്ചാണ്. അതായത് പുണർദം നക്ഷത്രം 4 പാദം, പൂയം നക്ഷത്രം, പൂയം നക്ഷത്രം, ആയില്യ നക്ഷത്രം. ഈ നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകക്കൂറുകാരെ കുറിച്ചാണ്. ഇവർക്ക് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാം, പുതിയ വരുമാന മാർഗത്തിനുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം, വരുമാനം വർദ്ധിക്കാം ഏത് വിധേനയും. മനസ്സിലായില്ലേ? പുതിയ കാര്യങ്ങൾ ജോലി സംഭവിക്കാം. പിന്നെ മനസ്സിനല്പം ക്ലേശം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാം. പിന്നെ സാമ്പത്തികമായിട്ട് ഈ സമയങ്ങളിൽ ഇവർ കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ പോയി വ്യാഴാഴ്ച നെയ്വിളക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ത്രിമധുരവും കൂടെ ചെയ്താൽ ഉണ്ടാകുന്ന ആ വരുമാനം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായി? വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പുതിയ വരുമാന മാർഗങ്ങൾ നല്ല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. പക്ഷെ എന്തായാലും ഏത് കാര്യമാണെങ്കിലും ആലോചിച്ച് അന്വേഷിച്ചേ ചെയ്യാവുള്ളൂ. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളെ ചെയ്യാവുള്ളൂ, നമുക്ക് പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാവുള്ളൂ, നമുക്കറിയാവുന്ന കാര്യങ്ങളെ ചെയ്യാവുള്ളൂ. അങ്ങനെ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ചുമ്മാ സമയം മാറിയെന്ന് വിചാരിച്ച് ഒരു അറിയാൻ വയ്യാത്ത ഒരു തൊഴിൽ പോയി ചെയ്യരുത് കേട്ടോ. അതെപ്പോഴും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളെ ചെയ്യാവുള്ളൂ. അതിലേതെങ്കിലും ഒരു പാളിച്ച വന്നാലും നമ്മുടെ സാമ്പത്തികത്തെ ബാധിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാവുള്ളൂ. അപ്പൊ ഈ സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്. എന്തായാലും പുതിയ നല്ല മാറ്റങ്ങൾക്കുള്ള സമയമാണ്. പരിശ്രമിച്ചാൽ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങളോട് ചെയ്താൽ ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായി നല്ല കരക്കയറ്റം ഉണ്ടാകാം. വീടോ ഭൂമിയോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങാനുള്ള സാമ്പത്തിക നില ഈ സമയം കൊണ്ട് ആർജിക്കാം കേട്ടോ. അത് പ്രയോജനപ്പെടുത്തുക ആവശ്യമുള്ളവർ. ഇനിയും പറയാൻ പോകുന്നത് കന്നിക്കൂറുകാരെ കുറിച്ചാണ്. അതായത് ഉത്രം നക്ഷത്രം 2, 3, 4 പാദങ്ങൾ, അത്തം നക്ഷത്രം ചിത്തിര 1, 2 പാദങ്ങൾ. ഈ നക്ഷത്രങ്ങളിൽ വരുന്നവര് അവർക്ക് ഏറ്റവും നല്ലതായിട്ട് പ്രയോജനപ്പെടുത്താവുന്ന സമയമാണ്. വർഷങ്ങളായിട്ട് ഭൂമി വാങ്ങാൻ വേണ്ടി അന്വേഷിക്കുന്നു, നടക്കുന്നില്ല. ഈ സമയം പ്രയോജനപ്പെടുത്താം. വാഹനം വാങ്ങാം, ഗൃഹനിർമ്മാണം, വീട് നിർമ്മിക്കാം. അതുപോലെ പുതിയ പ്രൊമോഷൻ കിട്ടാം, വരുമാനം കൂടാം, വീട്ടിൽ നല്ലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാകാം, സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ കുടുംബജനങ്ങളുമായി നല്ലൊരു സന്തോഷകരമായ സമാഗമം ഉണ്ടാകാം, ഐശ്വര്യം, സുഖാനുഭവം, ഇതൊക്കെ വന്നു ചേരാം. ഇതിപ്പം വ്യാഴം 11-ലാണ് കന്നിക്കൂറുകാർക്ക്. ഇങ്ങനെ ഈ നക്ഷത്രത്തിൽ, ഈ പറഞ്ഞ ഒരു നക്ഷത്രത്തിൽ വരുന്ന ഒരാളാണ് ചില പുതിയൊരു വാഹനം വാങ്ങിയത്. ഞാൻ തന്നെ ആ സമയം കുറിച്ചു കൊടുത്തത്. അപ്പം നമുക്ക് കഴിഞ്ഞ വർഷം ഈ വ്യാഴം ഇതുപോലെ 11 വന്ന ഒരു നക്ഷത്രക്കാരന് ഇതുപോലെ തന്നെ ഭൂമി വാങ്ങാൻ പറ്റി. നല്ല രീതി ഞാനന്ന് വീഡിയോ പറഞ്ഞ ആ സമയം കഴിഞ്ഞ വർഷത്തെ ഇതനുസരിച്ച് പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഒരുപാട് വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു പലർക്കും. അപ്പം നമുക്ക് ചില സമയങ്ങൾ ഇപ്പം ഈ വർഷത്തെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. ഇത് ഞാൻ മറ്റേത് ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ വർഷം ഇപ്പം നിങ്ങൾക്ക് ഈ കന്നിക്കൂറുകാർക്ക്, അതായത് ഉത്രം 2, 3, 4 നക്ഷത്രപാദങ്ങൾ, അത്തം ചിത്തിര 1, 2 നക്ഷത്രപാദങ്ങൾ വരുന്നവർക്ക് ഭൂമി അന്വേഷിച്ചാൽ നടക്കും. എന്ന് വെച്ചാൽ കയ്യിൽ പണം വെച്ചെന്നാലും കുറച്ച് കടം വരും. പണം വെച്ചിട്ട് വീട്ടിൽ ഇരുന്നാൽ നടക്കത്തില്ല. അന്വേഷിച്ചാൽ നമുക്ക് പറ്റിയ ഭൂമി കിട്ടും, അല്ലെ നല്ല വീട് വെക്കാൻ പറ്റും. വീട് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്ത് കാര്യത്തിനും ഒരു ഈശ്വരാധീനം കൂടെ വേണം. നമ്മൾ എന്തായാലും ഇപ്പോൾ വ്യാഴമാറ്റം കൊണ്ട് അനുകൂലമായ സമയമാണെങ്കിൽ പോലും നമ്മൾ പറ്റുമെങ്കിൽ വ്യാഴാഴ്ചകളും പക്കനാളിനും ഒക്കെ പോയി കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്ര ദർശനം കൂടെ നടത്തിയാൽ നന്നായിരിക്കും. അപ്പം വീട് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ വീട് മെയിൻ്റെനൻസിന് പറ്റും, വാഹനം വാങ്ങാൻ പറ്റും, പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാകാം, തൊഴിൽ പ്രൊമോഷൻ ഉണ്ടാകാം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു സമയം തന്നെയാണ്. അത് പ്രയോജനപ്പെടുത്തുക. ഇപ്പം വ്യാഴം മാറുന്നെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി ജോലി ചെയ്യാതിരുന്നാൽ പട്ടിണി കൊണ്ട് മൂട്ടയെടുത്തേ ഉള്ളൂ.
നമ്മൾ കഷ്ടപ്പെടുന്നവർക്ക് അല്ലെ പരിശ്രമിക്കുന്നവർക്ക് ഈ ഈശ്വരാധീനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഈ സമയം അനുകൂലമാകുമ്പോൾ, ഗ്രഹസ്ഥിതി കാലചക്രം മാറുമ്പോൾ, സമയം അനുകൂലമാകുമ്പോൾ നമ്മൾ അത് പ്രയോജനപ്പെടുത്തണം. അങ്ങനെയുള്ളവർക്കാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം വീട് മേടിക്കാൻ വേണ്ടി നല്ല സമയമാണെന്ന് പറഞ്ഞു അത് അന്വേഷിക്കാതിരുന്നാൽ വീട് മേടിക്കാൻ പറ്റത്തില്ല. പക്ഷെ അന്വേഷിച്ചവർ മേടിച്ചിട്ടുണ്ട്, ഞാൻ പറയുന്ന സമയം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്, നല്ല വീട് സ്ഥലം കിട്ടിയിട്ടുണ്ട്, അല്ലെ നല്ല ഭൂമി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഇത് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് കേട്ടോ, അത് വെറുതെ നഷ്ടപ്പെടുത്തരുത്. ഞാൻ പലർക്കും പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്, അവർ പലരും പ്രയോജനപ്പെടുത്തുന്നവരുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ. പിന്നെ ശ്രദ്ധിക്കാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. അത് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. പോകുന്നത് വൃശ്ചിക കൂറുകാരെ കുറിച്ചാണ്. ഇവർക്ക് വിശാഖം നക്ഷത്രം 4-ാം പാദം, അനിഴം നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം, ഈ നക്ഷത്രങ്ങളിൽ വരുന്നവർക്ക് നല്ല ജോലി ഈ സമയത്ത് കിട്ടാൻ പറ്റിയ സമയമാണ്. അങ്ങനെ ജോലി കിട്ടിയവരുണ്ട്. ഇപ്പം നല്ല ജോലി കിട്ടാൻ പറ്റിയ സമയമാണ്. നമ്മളുടെ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ജോലി കിട്ടും. അപ്പം വലിയ വരുമാനത്തിൽ നല്ല മാറ്റം ഉണ്ടാവും. അതുപോലെ വീട്ടിൽ നല്ലൊരു ഗ്രഹാന്തരീക്ഷം, സമാധാനം, സമ്പത്ത്, ഐശ്വര്യം, കുടുംബൈക്യം ഇതൊക്കെ ഉണ്ടാകാം. ചിലർക്ക് വിദേശവാസത്തിന് ശ്രമിക്കുന്നവർക്ക് വിദേശ യാത്ര നടക്കാം. അതുപോലെ വെളിയിലൊക്കെ പഠിക്കാൻ പോകുന്ന ഉപരിപഠനത്തിന് പോകാൻ ശ്രമിക്കുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാം. പിന്നെ വീട് മെയിൻ്റെനൻസ്, വീട് മാറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാം. അതുപോലെ സമൂഹത്തിൽ അംഗീകാരങ്ങൾ ചിലർക്ക് കിട്ടാം. പിന്നെ നിങ്ങൾക്ക് പുണ്യക്ഷേത്രങ്ങളിൽ യാത്ര ചെയ്യാൻ ചിലപ്പോൾ അവസരമുണ്ടാകാം. അതുകൊണ്ട് വലിയ രീതിയിൽ ഈശ്വരാധീനം ഉണ്ടാകും, സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകും. ഈ സമയത്ത് പുണ്യക്ഷേത്രങ്ങളിൽ യാത്ര ചെയ്യാൻ അവസരം വന്നാൽ നിങ്ങളുടെ സമയവും സാഹചര്യവും അനുകൂലമാണെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിക്കോണം. നമുക്ക് വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും. അങ്ങനെയുള്ള ഒരു സമയം തന്നെയാണ്. ഇനിയും പറയാൻ പോകുന്നത് മകരക്കൂറുകാരെ കുറിച്ചാണ്. ഈ ഉത്രാടം നക്ഷത്രം 2, 3, 4 പാദങ്ങൾ, തിരുവോണം നക്ഷത്രം, അവിട്ടം 1, 2 പാദങ്ങൾ. ഈ നക്ഷത്രക്കാര് വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കാം. അതുപോലെ വിവാഹം തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക്, വിവാഹം നടക്കാത്തവർക്ക് വിവാഹത്തിന് ശ്രമിച്ചാൽ ഈ സമയം പ്രയോജനപ്പെടുത്താം എന്ന് കരുതി. ഇപ്പം പഴയ കാലമല്ല, ഇപ്പോഴത്തെ പഴയ രീതിയിൽ വിവാഹത്തിന് ശ്രമിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ഇപ്പോൾ വിവാഹ കാര്യത്തിന് ശ്രമിക്കണം. കാരണം നമ്മൾ മാട്രിമോണിയെ പേര് രജിസ്റ്റർ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ കൂടുതൽ പരിശ്രമിക്കണം. കാരണം ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടിക്കാണേലും ആൺകുട്ടിക്കാണേലും അവരുടേതായ നിലപാടുകളുണ്ട്, ഡിമാൻഡ്സ് ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിച്ചാൽ ഈ സമയത്ത് വിവാഹങ്ങൾ നടക്കാത്തവർക്ക് നടക്കാം. വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനങ്ങൾ വാങ്ങാം. ഭൂമി, വീട്, അതുപോലെ വീട് മെയിൻ്റെനൻസ്, ഇതൊക്കെ, പിന്നെ നല്ല യാത്രകൾ, ഇതൊക്കെ ഉണ്ടായി വരാം. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാം. പിന്നെ തൊഴിൽ പുരോഗതി ഉണ്ടാകാം. ചിലർക്ക് വീട് വെക്കാൻ ശ്രമിക്കുന്നവർക്ക് വീട് ഗ്രഹനിർമ്മാണം നടക്കാം. വാഹനം, ഐശ്വര്യം, ഇതൊക്കെ ഉണ്ടായി വരാവുന്നൊരു സമയമാണ്. നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇനിയും പറയാൻ പോകുന്നത് മീനക്കൂറുകാരെ കുറിച്ചാണ്. ഈ മീനക്കൂറുകാർക്ക് അവർക്കും ഈ സമയം ശ്രമിച്ചാൽ, അതായത് പൂരുരുട്ടാതി നക്ഷത്രം 4-ാം പാദം, ഉത്രട്ടാതി, രേവതി, ഈ നക്ഷത്രപാദങ്ങളിൽ വരുന്ന നക്ഷത്രക്കാര്, ഈ നക്ഷത്രങ്ങള് ഇതിൽ വരുന്ന നക്ഷത്രക്കാര് ഭൂമി ശ്രമിച്ചാൽ വാങ്ങാൻ പറ്റും. ഭൂമി വിൽക്കാനും വാങ്ങാനും ശ്രമിക്കുന്നവർക്ക് ഈ സമയം നടക്കും. ഏതാ? പൂരുരുട്ടാതി 4-ാം പാദം നക്ഷത്രം, ഉത്രട്ടാതി, രേവതി, ഈ നക്ഷത്രങ്ങളിൽ വരുന്നവർക്ക് ഭൂമി വിൽക്കാൻ ശ്രമിച്ചാൽ നടക്കാം, വാങ്ങാൻ ശ്രമിച്ചാൽ നടക്കാം. ഭൂമി ക്രയവിക്രയങ്ങൾക്കൊക്കെ ശ്രമിച്ചാൽ നടക്കാം. തൊഴിൽ വഴി നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഈ സമയം ശ്രമിച്ചാൽ. പിന്നെ സാമ്പത്തികമായിട്ട് നല്ല ഒരു ഉയർച്ച ഉണ്ടാക്കാൻ പറ്റും. ഏത് കാര്യത്തിലും പണം ചെലവഴിക്കുന്നത് വളരെ ഒരു ശ്രദ്ധയോടുകൂടി വേണം. അതുകൂടെ ശ്രദ്ധിച്ചോണം കേട്ടോ. നല്ല ശ്രദ്ധയോടുകൂടി വേണം. ഈശ്വരാധീനത്തിന് വേണ്ടി പക്കനാളിനും കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശിയും കൃഷ്ണന് പാൽപായസവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും ആവർത്തിക്കുന്നത് നല്ലതാണ്. അപ്പൊ പൈസ ചെലവഴിക്കുന്നത് അല്പം ശ്രദ്ധിച്ചു വേണം. മനസ്സിലായല്ലേ? അപ്പൊ ഇതുപോലെ നല്ല കാര്യങ്ങൾ നടക്കുക. ഇപ്പൊ ഭൂമി വിൽക്കുന്നു, ആ വരുന്ന ആ ഇടപാടുകാരനെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് വലിയ പ്രശ്നമല്ല, എന്നാലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അത് ഭൂമി വാങ്ങുന്നതാണേലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒരു ഈശ്വരാധീനം കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന സമയമാണ്. പിന്നെ നമ്മളുടെ ബുദ്ധിയും ശക്തിയും ഉപേക്ഷിച്ച് ആലോചിച്ച് അന്വേഷിച്ച് ചെയ്താൽ അത് ഏറ്റവും നല്ല ഒരു കാര്യമാക്കി മാറ്റാൻ പറ്റും. അതിനുള്ള സമയമാണ്. പക്ഷെ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് കാര്യമാണെങ്കിലും. അപ്പം
പിന്നെ ഈ അധിക ചെലവ് ചിലർക്ക് ഉണ്ടാകാറുണ്ട് ഈ സമയം. അധിക ചെലവ് അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു പെരപണി നടക്കുന്നു അല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നു, ഇവിടൊക്കെ നമ്മൾ ഇപ്പോൾ ബ്രോക്കർമാർ കാണും. അധിക ചെലവ്, ആവശ്യം ഉള്ള അധിക ചെലവ് ഒഴിവാക്കാൻ ശ്രമിക്കണം. ഭൂമി വിൽക്കുന്നതാണേലും വാങ്ങുന്നതാണേലും അധിക ചെലവ് ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അത് നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇനി പറയാൻ പോകുന്നത് ഇടവക്കൂറുകാരെ കുറിച്ചാണ്. ഇടവക്കൂറ് അതായത് കാർത്തിക നക്ഷത്രം 2, 3, 4 പാദങ്ങൾ, രോഹിണി നക്ഷത്രം, മകയിരം നക്ഷത്രം 1, 2 പാദങ്ങൾ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ്. പണം പല രീതിയിൽ വരുമെങ്കിലും നഷ്ടമുണ്ടാകാതെ ശ്രദ്ധിക്കണം. നിലനിൽക്കാൻ ചിലപ്പോൾ തടസ്സമുണ്ടാകാം, ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പണം, ഈ ഒരു സുഹൃത്ത് വന്നിട്ട് പറയുന്നു പുതിയൊരു ബിസിനസ് ഉണ്ട്, നല്ല ലാഭമാണ്, മൊത്തം ലാഭമാണ്, പോയി കൈ കൊടുക്കരുത്, പണം നഷ്ടപ്പെടാം. ഈ സമയത്ത് സുഹൃത്തുക്കൾ മുഖേന ഏതൊരു സാമ്പത്തിക ഇടപാടുകളും ശ്രദ്ധിക്കണം. നിങ്ങൾ ആലോചിച്ച് അന്വേഷിച്ച് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നിങ്ങൾ അതിൽ പണം നഷ്ടപ്പെട്ടാലും നിങ്ങളെ ബാധിക്കത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അത് പോകാവുള്ളൂ. നിങ്ങൾക്ക് അല്ലെങ്കിൽ പണം നഷ്ടം വരും കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെങ്കിലും എവിടെന്നെങ്കിലും ഇങ്ങോട്ട് വന്നേച്ച് പറയും ഒരു ബിസിനസ് ഉണ്ട്, നല്ല ലാഭമാണ്, മൊത്തം ലാഭമാണ്, അല്ല ഇങ്ങനെയൊക്കെ ഈ സമയത്ത് സംഭവിക്കാം. നിങ്ങൾ നോക്കിക്കോ, ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരാം, ശ്രദ്ധിക്കണം. അങ്ങനെ ഒന്നും കൈ കൊടുക്കാൻ പോകരുത്, പണം നഷ്ടപ്പെടും കേട്ടോ, ശ്രദ്ധിച്ചോണം. ഈ സമയത്ത് കടങ്ങൾ കൊടുത്താൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ പുതിയ നല്ല കാര്യങ്ങൾ നടക്കാം, പുതിയ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്ന, ഉയർച്ചയ്ക്കുണ്ടാകുന്ന കാര്യങ്ങൾ നടക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ സമയങ്ങളിൽ കൃഷ്ണക്ഷേത്രത്തിൽ ഭഗവാന് പാൽപ്പായസവും ത്രിമധുരവും വ്യാഴാഴ്ചകളും ഞായറാഴ്ചകളും ആവർത്തിക്കുന്ന നല്ലതാണ്. സാധിക്കുന്ന പോലെ ചെയ്താൽ മതി, അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ. അപ്പോൾ അത് കൂടുതൽ ഗുണകരമായിട്ട് വലിയ മാറ്റത്തിലേക്ക്, വലിയ ഐശ്വര്യത്തിലേക്ക്, വലിയ സമ്പത്തിലേക്ക് മാറാൻ പറ്റും കേട്ടോ. ഇനിയും പറയാൻ പോകുന്ന ചിങ്ങക്കൂറുകാരെ കുറിച്ചാണ്. അതായത് മകം നക്ഷത്രം, പൂരം നക്ഷത്രം, ഉത്രം നക്ഷത്രം 1-ാം പാദം, ഉത്ര 1-ാം പാദം. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴം 12-ലാണ് സഞ്ചരിക്കുന്നത് അല്ലേ. അപ്പം കഴിഞ്ഞ വർഷവും ഈ 2025 ഡിസംബറിലൊക്കെയോ 11-ലായിരുന്നു. ഈ നക്ഷത്രത്തിൽപ്പെട്ട ഒരാളാണ് ഭൂമി കഴിഞ്ഞ വർഷം വാങ്ങിയത്. അത് 2025 ഡിസംബറിൽ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ അവർക്ക് 12 വന്നിരിക്കുക. അതായത് ഇപ്പം വ്യാഴം ഇവർക്ക് 12-ലാണ് സഞ്ചരിക്കുന്നത്. ഇവർക്ക് ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവർക്ക് യാത്രകൾ ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടാകാം. പുണ്യക്ഷേത്രങ്ങളിലൊക്കെ ഈ സമയത്ത് യാത്രകൾക്ക് അവസരം ഉണ്ടാകാം. അങ്ങനെ യാത്രകൾ ചെയ്താൽ നല്ല ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടായി വരും. ആത്മീയമായി പുതിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ പറ്റിയ സമയമാണ്. ഇവർക്ക് പലർക്കും ഇപ്പോൾ ആത്മീയത തനിയെ ഉണ്ടായി വരും, മനസ്സിലായി, അങ്ങനൊരു സമയമാണ്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക. പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഏതൊരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പം ഒരു മൊബൈല് ഈ സമയത്ത് ഒരു കുഴപ്പമില്ലെങ്കിലും ചിലപ്പം കൈ തട്ടി താഴെ വീണ് അതിൻ്റെ ഡിസ്പ്ലേ പോകാം, അല്ലെ വീട്ടിലൊരു ഫ്രിഡ്ജ് കേടാകാം, അല്ലെ TV കേടാകാം, അല്ലെ നിങ്ങളുടെ വണ്ടി കേടാകാം. അധികം ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വരാം. അതുപോലെ ഈ സമയത്ത് നിങ്ങൾ മൊബൈലും അതും ഇതൊക്കെ എവിടെയെങ്കിലും വെച്ച് മറന്നു പോകാൻ ശ്രദ്ധിക്കണം. പറഞ്ഞ മനസ്സിലായോ? 2 കാര്യങ്ങൾ ഉണ്ടാകുന്നത്, ഒന്ന് പണനഷ്ടം ഉണ്ടാകും, 2 മനോവ്യത. ഇങ്ങനെ കാർന്ന് നിന്നുന്ന പോലെ എൻ്റെ മൊബൈൽ പോയല്ലോ, അത് എൻ്റെ നമ്പറുള്ളതാണല്ലോ, ഇങ്ങനെ മനസ്സിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടാകാം. ഞാനീ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രശ്നം വരത്തില്ല. എല്ലാവർക്കും ഇങ്ങനെ വരുമെന്നല്ല, എങ്കിലും സാധ്യതയുണ്ട്. ഈ സമയങ്ങളിൽ ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങളുടെ ഒരു ചെക്ക് ബുക്ക് ഒക്കെ ഒരിടത്ത് വെച്ച് മറക്കാതെ ശ്രദ്ധിക്കണം. പണപരമായ കാര്യങ്ങൾ, പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണ്. പിന്നെ ഈ സമയത്ത് വീട് നിർമ്മാണം തുടങ്ങിയാൽ അത് തടസ്സപ്പെടാം. മനസ്സിലാവുന്നുണ്ടോ? ഈ സമയത്ത് ഞാൻ അറിയാവുന്നവരോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഈ സമയത്ത് വീട് നിർമ്മാണം തുടങ്ങരുത്, തുടങ്ങിയാൽ തടസ്സപ്പെടും, അധിക ചെലവും ആവും എന്ന് പറയും. അപ്പൊ അവർക്കത് ഗുണം ചെയ്യും, അവർക്കത് എത്ര രൂപ ലാഭപ്പെടും. ഈ സമയത്ത് വീട് നിർമ്മാണം തുടങ്ങിയാൽ തടസ്സപ്പെടാം. ഇനി അഥവാ ആരെങ്കിലും തുടങ്ങിപ്പോയെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കൃഷ്ണന് നിങ്ങൾ വ്യാഴാഴ്ച ഒരു ഭഗവാനെ എന്നുള്ള ഭക്തിയും തുളസിമാലയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒരു പാൽപ്പായസം കൂടെ കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈ വ്യാഴാഴ്ചകളും പക്കനാളിലും ആവർത്തിക്കുക. കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നടന്നു പോകാൻ ഭഗവാൻ അനുഗ്രഹിക്കും. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭഗവാന് അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഏറ്റവും വലിയ നേട്ടങ്ങളാക്കി മാറ്റാനും പറ്റും, നമ്മുടെ ഓരോ പ്രശ്നങ്ങളെ കേട്ടോ. അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല.
ചെയ്താൽ മതി. പിന്നെ ചതി വഞ്ചനയിലൊന്നും ചെന്ന് ചാടാതെ ഈ സമയം ശ്രദ്ധിക്കണം. ഈ നക്ഷത്രക്കാര് മകം, പൂരം, ഉത്രം, ഒന്നാം പാദം ചതി വഞ്ചനയിലൊന്നും കബളിപ്പിക്കപ്പെടാതെ മറ്റുള്ളവരാൽ ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ അകത്ത് കുഴപ്പമില്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഈശ്വരാധീനം മതി, ഒരു കുഴപ്പമില്ല. അങ്ങനെ ചാടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എല്ലാവരും അങ്ങനെ ചാടുമെന്നൊന്നും അല്ല പറഞ്ഞത്, ചെറിയ സാധ്യത പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം. വിവാദങ്ങളിൽ ചെന്ന് ചാടരുത്. ഈ സമയത്ത് കലഹം, വഴക്ക്, വിവാദങ്ങളിൽ ഒന്നും പോയി ചാടാതിരിക്കുക. മനസ്സിലായില്ലേ? നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുക. എന്ന് വെച്ചാൽ വലിയ ദോഷമുള്ള കാര്യങ്ങളൊന്നുമല്ല, നല്ല കാര്യങ്ങളും ഉണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്. വഴിപാടുകൾ ചെയ്താൽ ഏറ്റവും നേട്ടം ഉണ്ടാക്കാനും ഉയർച്ച ഉണ്ടാക്കാനും പറ്റും, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ആ പറഞ്ഞ പോലെ മനസ്സിലാക്കുക, അതിനപ്പുറം ചിന്തിക്കാതിരിക്കുക. കൃത്യം പറഞ്ഞത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക. അവർക്കൊക്കെ വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല, ലക്ഷങ്ങൾ ലാഭിക്കാനും പറ്റും. ഇനിയും പറയാൻ പോകുന്നത് തുലാക്കൂറുകാരെ കുറിച്ചാണ്. ചിത്തിര നക്ഷത്രം 3, 4 പാദങ്ങൾ, ചോതി നക്ഷത്രം, വിശാഖ നക്ഷത്രം 1, 2, 3 പാദങ്ങൾ. ഈ നക്ഷത്രപാദങ്ങൾ വരുന്ന രാശിയാണ് രാശി, തുലാക്കൂറ്. ഇവർക്ക് ജോലിയിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാം, ജോലിയിൽ ഉയർച്ച ഉണ്ടാകാം, ജോലിയിൽ പുതിയ പുതിയ അധികാരങ്ങൾ, പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാം, ഉത്തരവാദിത്വം കൂടാം, ഭൂമി, വീട് ഇതൊക്കെ വാങ്ങാനും വെക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകാം, വാഹനം വാങ്ങാൻ പറ്റും, വീട് മെയിൻ്റെനൻസ് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അധിക ഉത്തരവാദിത്വം ഈ സമയങ്ങളിൽ ഉണ്ടാകാം, ചില മറ്റുള്ളവരുടെ ജോലിയും കൂടെ ചെയ്യേണ്ടതായിട്ട് വരാം. അതുപോലെ ഈ സമയങ്ങളിൽ സാമ്പത്തികപരമായ ഏതൊരു ഇടപാടും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരാളെ പണസംബന്ധമായ ഒരു കാര്യം ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അയാൾ ചെയ്തെന്ന് ഉറപ്പാക്കണം, അല്ലെ അത് നിങ്ങളുടെ തലയിൽ വരും. ഈ സമയത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ചെക്ക് ബുക്ക്, പണപരമായ ഇടപാടുകളെ എല്ലാം ശ്രദ്ധിക്കുക, പണപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അല്ലാതെ കൂടുതലും ഗുണപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് പറ്റുന്നത്, പക്ഷേ ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. ഇവര് ഈ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി വിഷ്ണുവിന് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി വിഷ്ണുവിന് പാൽപായസവും ത്രിമധുരവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും ചെയ്യുന്ന നല്ലതാണ്, പക്കനാലിനും ചെയ്യുന്ന നല്ലതാണ്. നല്ല ഈ സമയത്ത് ഏറ്റവും നല്ല ഉയർച്ച ഉണ്ടാക്കാനും വലിയ മാറ്റങ്ങളിലേക്ക് വരാനും പറ്റും, യാതൊരു സംശയവും വേണ്ട. പിന്നെ ഈ സമയത്ത് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ നടക്കാം. പുതിയ വീട്, അല്ലെ പുതിയ വാഹനം, അല്ലെ വീട് മാറ്റം, വീട് മെയിൻ്റെനൻസ്, പിന്നെ വിവാഹം തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് വിവാഹാധികാരികൾ ശ്രമിച്ചാൽ നടക്കാം. വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകാം. ചിലപ്പോൾ യാത്രകളും ഒക്കെ സാധ്യതകളും, യാത്രകൾക്ക് അവസരങ്ങൾ ഉണ്ടാകാം. പുണ്യക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് നല്ലതാണ്, എല്ലാം ഗുണം ചെയ്യും, പ്രയോജനപ്പെടുത്തുക കേട്ടോ. ഇനിയും പറയാൻ പോകുന്നത് ധനുക്കൂറുകാരെ കുറിച്ചാണ്. ഈ ധനുക്കൂറുകാര്, അതായത് മൂല നക്ഷത്രം, പൂരാട നക്ഷത്രം, ഉത്രാട 1-ാം പാദം ഈ നക്ഷത്രങ്ങൾ വരുന്ന രാശിയാണ്. ഇവർക്ക് സാമ്പത്തികമായിട്ട് പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാകാം. ഇപ്പൊ ഒരു പ്രസ്സുകാരൻ ഈ നക്ഷത്രത്തിൽപ്പെട്ടാന്ന് വിചാരിച്ചു, പുതിയ മെഷീനറീസ്, യന്ത്രങ്ങൾ വാങ്ങാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അവന് പുതിയ വരുമാനം ഉണ്ടാകും. അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും പുതിയ വരുമാനത്തിനുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ അത് അവര് വളരെ ശ്രദ്ധയോടുകൂടി, കരുതലോടുകൂടി മുന്നോട്ട് പോകണം. അതുപോലെ ലോൺ ഈ സമയത്ത് എടുത്താൽ ചിലപ്പോൾ അടവ് തടസ്സപ്പെടാം, ലോണ് ഈ സമയത്ത് എടുത്താൽ. അതുപോലെ തന്നെ പുതിയൊരു ബിസിനസ് തുടങ്ങിയാൽ ചിലപ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഉള്ള ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോവുക, ശ്രദ്ധിച്ചു കേൾക്കണം. ഉള്ള ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അല്ലെ ഉള്ള ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ ചെറിയ രീതിയിൽ വരുത്താം. പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങിയാൽ ചിലപ്പോൾ അത് ധനനഷ്ടം ഉണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റുന്നതായിരിക്കണം, അല്ലെങ്കിൽ ഈ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരാം. അപ്പോൾ അതൊക്കെ അവനവൻ ആലോചിച്ച് അവനവൻ്റെ സ്ഥിതിയും കഴിവും അനുസരിച്ച് ചെയ്യുക. മനസ്സിലായല്ലേ? യുക്താനുസരണം ചെയ്തോണം. നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ, അല്ലേ? അത് മനസ്സിലാക്കുക. അത് ആവശ്യമുള്ളവർ നിങ്ങളുടെ സ്ഥിതിയും സാഹചര്യവും കഴിവും അനുസരിച്ച് ചെയ്തോണം. ഇനിയും ഈ സമയത്ത് പണം കടം കൊടുത്താൽ ചിലപ്പം കിട്ടണമെന്നില്ല, ശ്രദ്ധിച്ചോണം. മനസ്സിലായല്ലേ? അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ സമയത്തിന് കേസ്, വഴക്ക് ഒന്നും പ്രശ്നങ്ങളൊക്കെ ഒന്നും പോകരുത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക. നിങ്ങൾ കൃഷ്ണന് വ്യാഴാഴ്ച ത്രിമധുരവും രാജഗോപാല മന്ത്രാർച്ചനയും ചെയ്യുന്ന നല്ലതാണ്. അത് വ്യാഴാഴ്ചകൾ ആവർത്തിക്കുന്ന നല്ലതാണ്, പക്കനാളിനും ചെയ്യുന്ന നല്ലതാണ്. വലിയ മാറ്റം ഉണ്ടാകും കേട്ടോ. പിന്നെ മാസത്തിലൊന്ന് ചൈതന്യം കൂടിയ കൃഷ്ണക്ഷേത്രം, അതായത് നമ്മുടെ വീടിൻ്റെ അവിടെ ദൂരെയുള്ള നല്ലൊരു യാത്രയും കൂടെ ഒക്കെ ഉണ്ടാകും. യാത്രയും നല്ലൊരു യാത്രയ്ക്ക് മനസ്സിലെ ബ്ലോക്കുകളെ മാറ്റാൻ പറ്റും, തടസ്സങ്ങൾ. യാത്ര എന്ന് പറഞ്ഞൊരു അനുഭവമാണ്. എന്തുകൊണ്ടാണ് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ ബ്ലോക്ക് മാറുന്നത്? ഓരോ യാത്രയിലും പുതിയ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്, പുതിയ അനുഭവങ്ങളാണ്. അത് പുതിയ കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തും.
അതുകൊണ്ടാണ് ഒരു നമുക്കൊരു പിന്നെ ഗെയിംസ്, നമ്മൾ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഇഷ്ടപ്പെടുന്ന കാര്യം അതാ. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളൊരു കളി കാണുന്നു, ക്രിക്കറ്റ് ആയിക്കോട്ടെ ഫുട്ബോൾ ആയിക്കോട്ടെ, അത് ഓരോ കളിയിലും പുതിയ പുതിയ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മളെ സ്പോർട്സിനോട് അല്ലെങ്കിൽ ഗെയിംസിനോട് നമുക്ക് താല്പര്യം വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇന്നിപ്പം എല്ലാ കാര്യങ്ങളിലും ഒരു ഗെയിമിന്റെ തന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഗെയിമിന്റെ രീതികൾ ഒരു ഗെയിം പോലെ പല കാര്യങ്ങളും ചിട്ടപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങളും കാണുമ്പോൾ ഇപ്പം നമ്മൾ ടി വിയിൽ ഒരു പരിപാടി കണ്ടാലും അതിൻ്റെ അകത്തൊരു ഗെയിം കാണും. കാരണം എന്താ വെച്ചാൽ ഗെയിം ഉള്ളപ്പോഴാണ് ആളുകൾക്ക് ഒരു ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തുന്നതുകൊണ്ടാണ്. അതുപോലെയാണ് യാത്രകളിൽ നമ്മളിപ്പോൾ ഇന്ന് യാത്ര ചെയ്യുമ്പോൾ അനുഭവം ആയിരിക്കത്തില്ല, നാളെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ട്രെയിനെ പുതിയ ആളെ കാണുന്നു, പുതിയ മനുഷ്യരെ കാണുന്നു, അവരോടൊക്കെ സംസാരിക്കുന്നു, അല്ലെ പുതിയ കാര്യങ്ങൾ കാണുന്നു. ഈ പുതിയ അനുഭവങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്താൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, നിങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ദൂരെയുള്ള കൃഷ്ണക്ഷേത്രത്തിലേക്കും അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിലേക്കും ചൈതന്യം കൂടിയ ധാരാളം ആളുകൾ വരുന്ന ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്ത രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, യാത്ര കൊണ്ട് നമ്മുടെ മനസ്സിലെ കുറെ നിരാശ മാറും, ബ്ലോക്ക് മാറും, സബ് കോൺഷ്യസ് മൈൻഡ് ഉണരുമ്പോൾ ആക്റ്റീവ് ആകുമ്പോൾ. രണ്ട്, ചൈതന്യം കൂടിയ ക്ഷേത്രത്തിൽ നമ്മൾ ചെന്ന് തൊഴുതു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ അവിടെ ഇപ്പം ഗുരുവായൂരായിക്കോട്ടെ, അവിടെ എന്നും ഉത്സവം പോലെ. അപ്പൊ അതില് അങ്ങനെ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ ചുമ്മാ ആളുകൾ വരുമോ? അവരുടെ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് വരുന്നത്. അപ്പൊ അവരുടെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും. അവിടുത്തെ പ്രതിഷ്ഠയുടെ ആയിരിക്കും, അവിടുത്തെ പൂജയുടെ ആയിരിക്കും, അവിടുത്തെ ആചാരങ്ങളുടെ ആയിരിക്കും, അവിടുത്തെ നിഷ്ഠയുടെ ആയിരിക്കും, പൂജാരിമാരുടെ ആ പ്രത്യേകമായി ചെയ്യുന്ന ആ നിഷ്ഠയുടെ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രത്യേക പൂജാരീതികളൊക്കെ കാണും, എന്തെങ്കിലും പ്രത്യേകത കാണും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചൈതന്യം കൂടിയ ക്ഷേത്രങ്ങൾ, അത് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അത് ഗുരുവായൂരായിക്കോട്ടെ, അമ്പലപ്പുഴ ആയിക്കോട്ടെ, പത്മനാഭസ്വാമി ക്ഷേത്രം ആയിക്കോട്ടെ, ആറന്മുള ആയിക്കോട്ടെ, ഏത് ക്ഷേത്രം ആയിക്കോട്ടെ, തിരുനെല്ലി ആയിക്കോട്ടെ, ഏത് ക്ഷേത്രം ആയിക്കോട്ടെ, ഈ ക്ഷേത്രങ്ങൾ ചൈതന്യം കൂടിയ ക്ഷേത്രങ്ങളിൽ ദേവീക്ഷേത്രങ്ങളാണ് ചോറ്റാനിക്കര, ചെട്ടികുളങ്ങര, അങ്ങനെ ധാരാളം ക്ഷേത്രങ്ങളുണ്ടല്ലോ. ചൈതന്യം കൂടിയ ക്ഷേത്രങ്ങളിൽ പോയാൽ അവിടെ ആളുകൾ കൂടുതൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകൾക്ക് കൂടുതൽ മാറ്റം ഉണ്ടാകുന്നതുകൊണ്ടാണ്. നമ്മുടെ ജീവിതം മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ ജീവിതം മാറും. കാരണം അവിടുത്തെ ചൈതന്യത്തിന് ഒരു ചെറിയ അനുഗ്രഹ അംശം പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. അങ്ങനെ ഒരു രഹസ്യമുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗുണങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ പ്രയോജനപ്പെടുത്തുക. ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ. അല്ല ചുമ്മാ കുറെ കാര്യങ്ങൾ അറിയുന്നതിൽ ചുമ്മാ കാര്യങ്ങൾ ചെയ്യുന്നതല്ല. നമുക്ക് ജീവിതം മാറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് എങ്ങനെ ചെയ്യണം, എന്തിനു വേണ്ടി ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്ന് നമ്മൾ അറിഞ്ഞു ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അതാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ഒരാളുടെ ജീവിതം മാറാൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് സമയം പ്രയോജനപ്പെടുത്തണം എന്നെല്ലാം പറഞ്ഞു തരുന്നത്. ഇനിയും പറയാൻ പോകുന്നത് കുംഭക്കൂറുകാരെ കുറിച്ചാണ്. അതായത് അവിട്ട നക്ഷത്രം 3, 4 നക്ഷത്രപാദങ്ങൾ, ചതയ നക്ഷത്രം, പുരുരുട്ടാതി നക്ഷത്രം 1, 2, 3 പാദങ്ങൾ. ഈ നക്ഷത്രപാദങ്ങൾ വരുന്ന ആ രാശിയായ കുംഭരാശിയിലെ ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇവർക്ക് ഭൂമി വാങ്ങാൻ പറ്റും, അതുപോലെ ഭൂമി, വാഹനം, വീട്, ഇങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഈ സമയത്ത് ഏതൊരു സാമ്പത്തിക ഇടപാടുകളും ശ്രദ്ധിക്കണം. സാമ്പത്തിക ഇടപാടുകളെല്ലാം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ മറ്റുള്ളവരാൽ കബളിപ്പിക്കപ്പെടാതെ ശ്രദ്ധിക്കണം ഈ സമയം, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ. അതുപോലെ കലഹം, അഭിപ്രായ വ്യത്യാസം, ഇങ്ങനെയുള്ള കേസ്, വഴക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെടാതെ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കൊളസ്ട്രോള്, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുടൽ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങള്, അസിഡിറ്റി, ഗ്യാസ്, ഇതൊക്കെ നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, ഡോക്ടറെ കാണുക, ട്രീറ്റ്മെന്റ് എടുക്കുക. ഇല്ലേ വേണ്ട, അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടെന്ന് ഒരു ജ്യോതിഷനോടും ചോദിക്കരുത് കേട്ടോ. അത് നമ്മൾ ഡോക്ടറെ കാണുക, എന്തെങ്കിലും ഒന്നുണ്ട് ഡോക്ടറെ പറയുന്ന പോലെ ട്രീറ്റ്മെന്റ് എടുക്കുക. ഇല്ല കുഴപ്പമില്ല, ഉണ്ട് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ അതങ്ങ് മാറിക്കോളും കേട്ടോ. നമ്മളിപ്പോ ഒരു വണ്ടി കേടായാൽ ഉടനെ നമ്മൾ മെക്കാനിക്കിനെ പോയി വിളിക്കുന്നത്. വണ്ടിയുടെ അറിയുന്ന മെക്കാനിക്കലാണ്. വണ്ടി കേടായ ഒരു ജ്യോതിഷനെ പോയി വിളിച്ചാൽ അങ്ങനെ ഇരിക്കും, നന്നാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെയാണ് ശരീരമാകുന്ന വാഹനത്തിന് കേട് വരുമ്പോൾ അത് പഠിച്ച ഡോക്ടറോട് ചോദിക്കണം. ഒരു ജ്യോതിഷനോട് ചോദിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ജ്യോതിഷനോട് ചോദിക്കാം, നല്ല രീതിയിലുള്ളവരോട്, ആത്മീയ കാര്യങ്ങൾ അത് അവർ പറഞ്ഞു തരും. ആരോഗ്യപരമായ കാര്യത്തിനെല്ലാം ഡോക്ടറെ കാണണം. നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടർ തീരുമാനം അനുസരിച്ചുള്ള കാര്യങ്ങളെ ചെയ്യാവുള്ളൂ. ഈ സമയത്ത് ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നല്ലതാണ്. എന്നിട്ട് ഈ നക്ഷത്രത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നല്ല ഞാൻ പറഞ്ഞത്. ചിലരെങ്കിലും ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടാൽ മതി, ട്രീറ്റ്മെന്റ് എടുത്താൽ മാറിക്കോളും, കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യങ്ങളില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ഉൾഭയം ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാകാം.
എന്തോ സംഭവിക്കാൻ പോകുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികപരമായ ഒരു പ്രതിസന്ധികൾ, സാമ്പത്തികപരമായ ഈ സമയത്ത് ഒരു കടോ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും കടം കൊടുത്താലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ പണസംബന്ധമായ ചില ബ്ലോക്കുകൾ വരാം. അതുപോലെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു ഭയം, ആവശ്യമില്ലാത്തൊരു ഭയം ഉണ്ടാകാം. ഈ 6 വ്യാഴം വരുമ്പോൾ ഉള്ളതാണ് അത്. പക്ഷെ അതിന് ഒരു ഭയത്തിൻ്റെയും കാര്യമില്ല, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഈശ്വരാധീനം ഒരല്പം കൂടിയിരിക്കും നല്ലതാണ് ഈ സമയത്ത്. അതിനുവേണ്ടി വ്യാഴാഴ്ചകൾ ഭഗവാന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്യും ത്രിമധുരവും കൂടെ സമർപ്പിക്കുക. അതുപോലെ തന്നെ പക്കനാളിനും ചെയ്യുക, നിങ്ങളുടെ ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം. അതുപോലെ തന്നെ പൗർണമിക്കും ചെയ്യുക. അപ്പോൾ പൗർണമിക്കും പക്കനാളിലും മാസത്തിൽ ഒന്ന് ചെയ്താൽ മതി. മറ്റേ വ്യാഴാഴ്ച സാധിക്കുന്ന പോലെ ഒരു മാസം 4 വ്യാഴാഴ്ച കൊണ്ട് പറ്റുന്ന പോലെ ആവർത്തിക്കുക. നിങ്ങളുടെ സാഹചര്യവും നിങ്ങളുടെ ആവശ്യവും പോലെ ആവർത്തിക്കുക. വലിയ നേട്ടങ്ങളും വലിയ ഐശ്വര്യങ്ങളും വലിയ ഉയർച്ചകളും ഉണ്ടാക്കാൻ പറ്റും ഈ സമയം. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ശരിയെന്ന് തോന്നുന്ന നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്കത് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാവും. പിന്നെ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ചില പരിഹാരങ്ങൾ ചില നക്ഷത്രക്കാർ ചെയ്താൽ നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താൽ അവർക്ക് അതിൻ്റെ ഉയർച്ച നേട്ടങ്ങളും ഉണ്ടാവും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഈ സമയം മാറ്റം എന്നൊക്കെ പറഞ്ഞത് അത് ജീവിതത്തിൽ ഉള്ള കാര്യം തന്നെയാണ് കേട്ടോ. അതിൽ സംശയമൊന്നും വേണ്ട. സമയം മാറുമ്പോൾ ജീവിതം മാറും. പിന്നെ നമ്മളോട് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. നമ്മളോട് പ്രയോജനപ്പെടുത്തണം, അതിനുവേണ്ടിയുള്ള എഫേർട്ട് എടുക്കണം. ആ സമയം മനസ്സിലാക്കി ആ സമയം പ്രയോജനപ്പെടുത്തണം, അതിനുവേണ്ടിയുള്ള എഫേർട്ട് എടുക്കണം. ദൈവാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴാണ് അത് പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവത്തിൽ വരുന്നത്. പിന്നെ ജനിച്ച സമയവും ഒക്കെ അനുസരിച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും. ഇത് പൊതുവായിട്ട് പറയുന്നതാണ്. എങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്, നമുക്ക് ഗുണം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അപ്പം അത് ശരിയായിട്ട് മനസ്സിലാക്കിയവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.